അതായത് നിങ്ങൾ പറയുന്നത് സഭാ നേതൃത്വം ഈ ബില്ല് സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നിയമത്തിലെ ചട്ടങ്ങൾ സംബന്ധിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്നാണ്. എങ്കിൽ ഏത് ചട്ടമാണ് മുനമ്പത്ത് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്? കാര്യം നിലവിൽ പറയുന്നത് അപ്പീൽ നൽകാനുള്ള അധികാരം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പീൽ നൽകുന്നതിനപ്പുറം ഈ വിഷയത്തിൽ ഏത് ചട്ടമാണ് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്? നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, ഒരു ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഡീലുകൾ സാധാരണഗതിയിൽ ട്രസ്റ്റ് നിയമവുമായി ബന്ധപ്പെട്ടാണ് ടാക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബോർഡിൻ്റെ കീഴിലുള്ളവയാണെങ്കിൽ, വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ളതാണെങ്കിൽ അത് വഖഫ് നിയമങ്ങൾ അനുസരിച്ചാണ് ടാക്കിൾ ചെയ്യപ്പെടേണ്ടത്. എന്നാൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഫറൂഖ് കോളേജിൻ്റെ അധികൃതർ ഒരു ട്രസ്റ്റ് ഡീലാണ് നടത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്ന തരത്തിലാണ് ഈ ലാൻഡ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ആ ഒരു അവകാശം വെച്ചുകൊണ്ട് മുൻപോട്ട് നിയമ പോരാട്ടത്തിലൂടെ ഇതിൻ്റെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് മനസ്സിലാക്കുന്നത്. 2022 കരമടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോൾ കരമൊടുക്കാൻ പറ്റില്ല, ഇവിടെ വഖഫ് ബോർഡിൻ്റെ ഒരു ക്ലെയിം കിടപ്പുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അന്നു മുതലുള്ള തോരാത്ത കണ്ണുനീരാണല്ലോ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങളിൽ നമുക്ക് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്തേണ്ടുന്ന സാഹചര്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ മുൻപോട്ട് പോകേണ്ടി വരും. എന്നാൽ ഇച്ഛാശക്തിയോടുകൂടെ ജനപ്രതിനിധികൾ, ഭരണ നേതൃത്വം, രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൂർണ്ണമായ പരിഹാരത്തിന് ഇനിയും കോടതിയിലേക്ക് പോകണമെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അങ്ങനെ ആ ഒരു വസ്തുത നിലനിൽക്കെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ അത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായ ചില പ്രതികരണങ്ങൾ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ ഏതൊരു കാര്യത്തിലും ഇടപെടുമ്പോൾ. അതിന് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതും. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്ന് ആദ്യമേ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയുള്ള എന്തൊക്കെ നിയമനിർമ്മാണങ്ങളാണോ ആവശ്യമുള്ളത് ആ നിയമനിർമ്മാണങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിലൂടെ ഈ ജനങ്ങളുടെ പൈസ ഇനിയും പിഴിഞ്ഞ് കളയാൻ പാടില്ല. ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണല്ലോ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതായത് സഭ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, KCBC ആണെങ്കിൽ ഒരു പടി കൂടി കിടന്ന് കേരളത്തിലെ ജനപ്രതിനിധികൾ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് വരെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് മുനമ്പമായിരുന്നു. പക്ഷേ ആ മുനമ്പത്തിന് അപ്പീൽ എന്നതിനൊക്കെ അപ്പുറത്ത് നേരിട്ടൊരു ഡയറക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കാര്യത്തിലൊരു കുറച്ചുകൂടി അവധാനതയോടുകൂടി സമീപിക്കേണ്ടതായിരുന്നു. നമ്മൾ ആരും ഏതെങ്കിലും മതത്തിനോ മതവിശ്വാസങ്ങൾക്കോ മത ആചാരങ്ങൾക്കോ എതിരല്ല കേട്ടോ. മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ സ്വത്ത് വഖഫ് ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ അനിയന്ത്രിതമായി ഇപ്രകാരമുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടാകുമ്പോഴാണ് അത് കിരാതമായ നിയമമായി തീരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അപ്രകാരമുള്ള തീരുമാനങ്ങളിൽ നിന്നും പിന്നാക്കം പോകാൻ വേണ്ടിയിട്ട് ഒരു നിയമപരമായ ഭേദഗതി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ഭേദഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള പൂർണ്ണമായ ഒരു ഗുണം അതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കോടതികളിൽ പോകേണ്ടുന്ന ഒരു സാഹചര്യം മുമ്പിലുണ്ട്. എന്നാലും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ്റുകൾ അല്പം കൂടെ സത്വരമായ നടപടികൾ സ്വീകരിക്കുകയും നിയമ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണമെന്നും തന്നെ ആവശ്യപ്പെടുകയാണ്. എത്ര നാൾ അവർക്ക് അവിടെ സമരം ചെയ്യേണ്ടി വരും? അത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമായി സംസാരിച്ച് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. ഏതായാലും 186ാമത്തെ ദിവസമാണ് സമരം ആരംഭിച്ചിട്ട് ഇന്ന്. ഞാൻ പറഞ്ഞതുപോലെ കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ അഭിവന്യ അംബ്രോസ് പിതാവുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതുപോലെ ഈ മുനമ്പം സമരം നടക്കുന്ന പ്രദേശമായ മുനമ്പത്തെ ഇടവക ദേവാലയത്തിൻ്റെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുക, അവർ മുനമ്പം സമരം ഉടനെ അവസാനിപ്പിക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭൂസംരക്ഷണ സമിതിയുടെ വ്യക്തികൾ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. എന്നാൽ അവർക്ക് ഈ ഭൂമി സ്വന്തമായി റവന്യൂ അവകാശങ്ങളോടെ ലഭിക്കും വരെയും അവരുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകാൻ സാധിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുപ്പിന് സമരസമിതി ഇരയായി തീർന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ടോ? വ്യക്തിപരമായി ആരെങ്കിലുമൊക്കെ അപ്രകാരമുള്ള ചില നിലപാടുകൾ എടുക്കുകയോ രാഷ്ട്രീയപരമായ വാർത്തകൾ സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ നമ്മൾ ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാപരമായ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി എന്നാണ് നമ്മൾ ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള തുറന്ന പിന്തുണയായൊന്നും വ്യാഖ്യാനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സമരസമിതിയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവർ പല അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചത്.
അതിനെക്കുറിച്ച് കൃത്യതയോടുകൂടെ സമരസമിതിയുടെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനും അതുപോലെ തന്നെ കൺവീനറും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ കൂടുതലായൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രദേശത്തുള്ള വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യതയോടുകൂടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒറ്റ കാര്യം, ഈ നിയമം കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള വിശ്വാസം ഇപ്പോഴും സഭയ്ക്കുണ്ടോ? നിയമ ഭേദഗതി വന്നതിലൂടെയാണ് വഖഫ് നിയമത്തിൽ അവർ ക്ലെയിം ചെയ്യുന്ന ഭൂമിയെ നമുക്ക് കോടതികളിൽ, മേൽക്കോടതികളിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവകാശം ലഭിച്ചത്. അതുകൊണ്ട് തന്നെയും ഈ നിയമ ഭേദഗതിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും വഖഫ് നിയമത്തിനെതിരായിരുന്നില്ല കേട്ടോ. അതിൽ ഏതാനും ചില അനുച്ഛേദങ്ങൾ മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക്, സ്വത്തവകാശത്തിനെതിരാണ് എന്നത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ അനുച്ഛേദങ്ങളിൽ അമെൻമെൻ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഭൂമി സംരക്ഷണ സമിതിയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഈ നിയമം കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു തന്നെ അത് വ്യക്തമാക്കുകയും ഉണ്ടായി. പരിഹാരമുണ്ടാകണം, അത് എത്രയും പെട്ടെന്നുണ്ടാകണം. പക്ഷേ ആ ബില്ലിന് ഒരു പൂർവ്വകാല പ്രാബല്യമില്ല. അപ്പോൾ പിന്നെ കോടതി പോയാലും നമുക്കത് അനുകൂലമായിട്ടുള്ള മുനമ്പത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതായിരുന്നു. അതായത് ഈ വഖഫ് നിയമ ഭേദഗതി സംഭവിക്കുന്നതോടുകൂടെ മുനമ്പം ജനതയ്ക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടെ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉള്ള ഒരു അമെൻമെൻ്റ് ആയിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അപ്രകാരമുള്ള ഒരു നിയമ ഭേദഗതി അല്ല വന്നിരിക്കുന്നത് എന്നുള്ളതും തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ കാര്യങ്ങളിലൊക്കെയും നിയമപരമായ പോരാട്ടങ്ങളിലൂടെ വ്യക്തത വരികയും അത് സംരക്ഷിക്കപ്പെടുകയും ആ ജനങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആവശ്യം അതായിരുന്നു. മുൻകാല പ്രാബല്യത്തോടുകൂടെ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോടുകൂടെ തന്നെ ഈ നിയമ ഭേദഗതി പാസ്സാകേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. ഇനി മറ്റു വഴികൾ എന്തെങ്കിലും, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനകത്തൊരു കക്ഷിയാണ്, അത്തരം വഴികൾ കൊണ്ട് തീരുമോ? തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, രാഷ്ട്രീയ നേതൃത്വങ്ങളും കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഈ വഖഫ് നിയമ ഭേദഗതിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ അനുകൂലമായൊരു നിലപാടെടുക്കേണ്ടതുണ്ട്. ജനപ്രതിനിധികളും ഈ കാര്യത്തോട് പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ഇതിന് ഒരു നിയമപരിഹാരം എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിൽക്കണമെന്ന് തന്നെ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്.